എല്ലാവർക്കും ടെക് മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iQOO Z9Xും റിയൽമി P1 നമ്മൾ കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോൺസും 15K ഏറ്റവും പവർഫുൾ ആയിട്ട് രണ്ട് സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഒബിയസ്ലി നമുക്കൊരു കൺഫ്യൂഷൻ വരാം, ഇത് ഏതാണ് ബെറ്റർ എന്നുള്ളത്. സോ ആ കൺഫ്യൂഷൻ നമുക്ക് തീർക്കാം. സോ ഇതെന്ന് പറഞ്ഞ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 15K ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോയും കൂടിയാണിത്. കാരണം ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗെയിമിംഗ് ഫോൺസ് ഈ പ്രൈസ് റേഞ്ചിൽ. സോ അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ഈ രണ്ടിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസും പ്ലാസ്റ്റിക് ബിൽഡ് ആയിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് രണ്ടിലും വരുന്നത്. iQOO Z9Xന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ IP64 റേറ്റിംഗ് വരുന്നുണ്ട്, ഇച്ചിരി ഡ്യൂറബിൾ ആണ്. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാൻ ആണ് വരുന്നത്. അതേസമയം റിയൽമി P1 ആണെങ്കിൽ റെഗുലർ റേറ്റിംഗ് ആണ് വരുന്നത്, IP54 റേറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ഡിസൈനിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടും അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. പിന്നെ രണ്ട് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ iQOO Z9Xൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ 120 Hz IPS പാനലാണ് വരുന്നത്. 1000 nits ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. റിയൽമി P1 ആണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ 120 Hz AMOLED പാനലാണ് വരുന്നത്. 1200 nits ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 2000 nits വരെയും പോവും. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ HDR സപ്പോർട്ടും വരുന്നുണ്ട് യൂട്യൂബിൽ. സോ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ബെറ്റർ റിയൽമി P1 ആണ്. നമുക്കറിയാം AMOLEDന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ, ഡീപ്പർ ബ്ലാക്സ്, വൈറ്റ് കളർ റേഞ്ച് സപ്പോർട്ട് ചെയ്യും, അതൊക്കെ നമുക്കറിയാം. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോ കോമ്പറ്റീഷൻ, റിയൽമി P1 ആണ് ബെറ്റർ. ഇനി നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. റിയൽമി P1 ഹയർ റെസൊല്യൂഷൻ കൂടിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി P1 ആയിരിക്കും. പിന്നെ നമ്മൾ പെർഫോമൻസിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഗെയിമിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് പെർഫോമൻസ്. Z9Xന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ് വരുന്നത്. 4nm സാംസങ് പ്രോസറാണ് വരുന്നത്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. നമുക്കിവിടെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. മീൻസ് രണ്ട് സിം അല്ലെങ്കിൽ ഒരു SD കാർഡ് അല്ലെങ്കിൽ ഒരു സിം ഇടാൻ പറ്റും. അതേസമയം റിയൽമി P1 ആണെങ്കിൽ MediaTek Dimensity 7050 ആണ് വരുന്നത്. 6nm TSMC പ്രോസസ്സിലാണ് വരുന്നത്. LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇവിടെ കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് റിയൽമിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി ആപ്ലിക്കേഷനൊക്കെ ഓപ്പണിംഗ് ഇച്ചിരി ഫാസ്റ്റർ ആയിരിക്കും. സോ ഈ രണ്ടിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്ക് വൈസ് നോക്കുവാണെങ്കിൽ ബെറ്റർ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് എക്സ്ട്രാ ഹൈ പെർഫോമൻസ് കോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. Cortex A78 രണ്ട് എക്സ്ട്രാ കോഴ്സ് വരുന്നുണ്ട്. പിന്നെ ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല GPയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ. സോ ആന്റിറ്റി സ്കോർ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. സോ iQOO Z9Xന്റെ ആന്റിറ്റി സ്കോർ ടോട്ടൽ സ്കോർ നോക്കുവാണെങ്കിൽ 5,67,673 ആണ്. CPU 1,87,577, GPU 1,10,297. റിയൽമി P1 ആണെങ്കിൽ 5,87,723, CPU 1,80,518, GPU 1,12,749. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഡിഫറൻസ് ഇല്ല, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ Geekbench 6 നോക്കുമ്പോഴാണ് ഒരു വലിയ ഹ്യൂജ് ഡിഫറൻസ് ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ iQOO Z9Xന്റെ സിംഗിൾ കോർ സ്കോർ നോക്കുവാണെങ്കിൽ 941, മൾട്ടി ആണെങ്കിൽ 2,730 ആണ്. അതേസമയം റിയൽമി P1 ആണെങ്കിൽ 828 സിംഗിൾ, 2,199 മൾട്ടി. സോ അവിടെ ഒരു വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ആ രണ്ട് എക്സ്ട്രാ ഹൈ പെർഫോമൻസ് കോഴ്സിന്റെ ആ പെർഫോമൻസ് അവിടെ കിട്ടുന്നുണ്ട്. സോ ഒബിയസ്ലി മോർ പവർഫുൾ പ്രോസർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല iQOO Z9Xൽ ഇപ്പോഴും നമുക്ക് BGMIയിൽ 40 FPS ഗെയിമിംഗ് ആണ് പറ്റുന്നത്. സ്മൂത്ത് 40 ആണ് കിട്ടുന്നത്. ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ BGMIയുടെ അവിടെ നിന്നുള്ളൊരു ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ 60 FPS കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അതേസമയം റിയൽമി P1 ആണെന്നൊക്കെ ഇപ്പോഴേ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം കിട്ടും, 60 FPS കിട്ടും. 60 FPS മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, 50 to 52 FPS വരെ മാക്സിമം പോകത്തുള്ളൂ. പിന്നെ റിയൽമിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്, പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. റിയൽമിയിൽ നല്ലോണം ഹീറ്റ് ആവും, ഗെയിം കളിക്കുമ്പോൾ 47 ഡിഗ്രിയൊക്കെ ഹീറ്റ് ആവും. പിന്നെ നമ്മുടെ ആന്റിറ്റ്യൂഡ് തന്നെ നമ്മുടെ CPU സ്ട്രെസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആന്റിറ്റ്യൂഡ് ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്നുണ്ട്. വാർണിംഗ് കാണിച്ചിട്ട് ഓവർ ഹീറ്റ് എന്നുള്ള വാർണിംഗ് കാണിച്ചിട്ട് ക്രാഷ് ആവുന്നുണ്ട്. സോ അത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അതേസമയം നല്ലോണം ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂയും വരുന്നുണ്ട്. സോ മോർ കൺസിസ്റ്റന്റ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതെങ്കിൽ iQOO Z9X ആയിരിക്കും ഇച്ചിരി ബെറ്റർ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടും എന്താ പറയുക, iQOO Z9Xലെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 4nm ആണ്. റിയൽമി P1 7050 വരുന്നത് 6nm ആണ്. അതിന്റെ ഡിഫറൻസും ഉണ്ട്. സോ ഇത്തിരി കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസറും സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. സോ ബെറ്റർ കൺസിസ്റ്റന്റ് പെർഫോമൻസ് കിട്ടുന്ന ഫോണും iQOO Z9X ആണ്.
ഇനി ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ iQOO Z9Xൽ ഒരു 50 മെഗാ പിക്സൽ f1.8 ആപ്ചർ വരുന്ന പ്രൈമറി സെൻസറാണ് വരുന്നത്. 4K 30fps ആണ് മാക്സിമം. 2 മെഗാ പിക്സൽ ഡെപ്തും 8 മെഗാ പിക്സലിന്റെ f2.1 സെൽഫി ക്യാമറ ആണ്. 1080p 30fps ആണ്. റിയൽമി P1 ആണെങ്കിൽ 50 മെഗാ പിക്സൽ f1.8 ആപ്ചർ വരുന്ന പ്രൈമറി സെൻസറാണ് വരുന്നത്. 4K 30fpസും 2 മെഗാ പിക്സൽ ഡെപ്തും വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ 16 മെഗാ പിക്സൽ f2.5 ആപ്ചർ വരുന്ന സെൽഫി ക്യാമറ. 1080p 30fps ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ക്യാമറ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി P1 ആണ്. പ്രൈമറി സെൻസറിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇച്ചിരി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന റിയൽമി P1 ആണ്. അപ്പോൾ ഡൈനാമിക് റേഞ്ച് ആയിക്കോട്ടെ, ഇപ്പോൾ സ്കിൻ ടോൺസ് ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി P1 ആണ്. പിന്നെ സെൽഫി ക്യാമറയിൽ നമുക്കറിയാം ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി P1 തന്നെയാണ്. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് റിയൽമി P1 പോകും. ഇനി OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ iQOO Z9Xൽ ഫൺ ടച്ച് OS 14 ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുണ്ട്. അതേസമയം റിയൽമി P1 ആണെങ്കിൽ റിയൽമി UI 5.0 ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. ഇവിടെയും സെയിം 2 വർഷത്തെ ആൻഡ്രോയിഡ്, 3 വർഷം സെക്യൂരിറ്റി. 2 OSലും റെഡ്വേർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് മെനക്കെടേണ്ടി വരും ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഡിസേബിൾ ഒക്കെ ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. രണ്ടും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI തന്നെയാണ്. ഇത് നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ iQOO Z9Xൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. ഒന്ന് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 44 വാട്ട്സ് ചാർജർ ബോക്സിൽ കിട്ടും. അതേസമയം റിയൽമിയിലാണെങ്കിൽ 5000 mAh ബാറ്ററി, 45 വാട്ട്സ് ചാർജർ. ഒബിയസ്ലി റിയൽമി ഇത്തിരി ഫാസ്റ്റർ ആയിട്ട് ചാർജ് ആവും. iQOO Z9X ആണെങ്കിൽ ഇച്ചിരി ബെറ്റർ ബാറ്ററി ലൈഫ് കിട്ടുകയും ചെയ്യും. സോ ബെറ്റർ ആയിട്ട് പോകുന്നത് പറഞ്ഞാൽ iQOO Z9X ആണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. കാരണം കപ്പാസിറ്റി കൂടുതലുള്ളത് തന്നെ. ഇങ്ങനെ കണക്റ്റിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ iQOO Z9Xൽ 8 5G ബാൻഡ്, Wi-Fi 5, Bluetooth 5.1, USB Type-C 2.0 ഹൈബ്രിഡ് കാർഡ്സോട് സപ്പോർട്ട് ചെയ്യും. പിന്നെ 3.5mm ജാക്കും ഉണ്ട്. അതേസമയം റിയൽമിയിലാണെങ്കിൽ 9 5G ബാൻഡ് ആണ് വരുന്നത്. Wi-Fi 5, Bluetooth 5.2, USB Type-C 2.0, പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കാണ് വരുന്നത്. സോ എല്ലാ സെൻസസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജൈറോസ്കോപ്പ്, ലൈറ്റ് സെൻസർ, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണക്റ്റിലൊരു കുഴപ്പങ്ങളും വരുത്തിയിട്ടില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം പ്രൈസ് ആണ്. നമ്മുടെ iQOO Z9X സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 4GB 128 ആണ്. 4GB 128ന് 13,000 രൂപയാണ്. ആരും പോയി എടുക്കരുത്. 4GB ഒക്കെ പണിയാവും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. 6GB 128 ആണെങ്കിൽ 14,500 വരും. അത് പിന്നെയുണ്ട്. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ 8GB 128 ആയിരിക്കും. ഇച്ചിരി ഫ്യൂച്ചർ പ്രൂഫിങ്ങിന് വേണ്ടിയാണ്. 8GB 128ന് 16,000 രൂപയാണ്. അതേസമയം റിയൽമി P1 ആണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ 16,000 രൂപയാണ്. 6GB 128ന് 16,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽമി P1. 8GB 128ന് 17,000 രൂപ കൊടുക്കണം. ആ 8GB 256ന് 19,000 രൂപ കൊടുക്കണം. സോ ഹൂസ് ബെറ്റർ, ആരൊക്കെ എന്തിലൊക്കെ ബെറ്റർ എന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി, ബിൽഡിന്റെ കാര്യത്തിൽ ബെറ്റർ iQOO Z9X ആണ്. ഡിസ്പ്ലേ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ റിയൽമി P1 ആണ്. പെർഫോമൻസ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് iQOO Z9X ആണ്. ക്യാമറ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി P1 ആണ്. ബാറ്ററി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് iQOO Z9X ആണ്. നമുക്ക് ഗെയിമേഴ്സ് എന്തൊക്കെ വേണോ അതൊക്കെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് iQOO Z9Xലാണ്. ആ കാര്യങ്ങളിലൊക്കെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഗെയിമേഴ്സിന് കാര്യം പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ്, ബാറ്ററി ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഈ രണ്ട് കാര്യങ്ങളിലും iQOO Z9X ആണ് ബെറ്റർ. റിയൽമി P1 എന്താ പറയുക, ഹീറ്റിംഗ് ഇഷ്യൂസ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആമലൻഡ് ആണ്. പെർഫോമൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ ബാറ്ററി ഇഷ്യൂസ് ഉണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ആ ഇഷ്യൂ സോൾവ് ആക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂവും പെർഫോമൻസ് ഇഷ്യൂ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസണിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോൺ iQOO Z9X തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തിരി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസറാണ് വരുന്നത്. പിന്നെ iQOO ഒപ്റ്റിമൈസേഷൻ നമുക്കറിയാം. ഇത്തിരി ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ആണ് iQOOന്റെ. സോ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോൺ അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ 15Kയിൽ iQOO Z9X ആണ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ചീപ്പറും കൂടിയാണ്. കാരണം 8GB 128 16,000 രൂപയ്ക്ക് കിട്ടും. അത് മതി ശരിക്കും പറഞ്ഞു ഗെയിമിങ്ങിനൊക്കെ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ. സോ ഈ കമ്പാരിസൺ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന iQOO Z9X ആണ്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.